Here you have got 4 lines. Tongue twister. Now, did do anymore verb in the somebody. Then here Peter Piper picked ED. ED form. Past tense. Peter Piper picked a peck of pepper. Did Peter Piper pick? No. Mother. The item picked ED. Do it on. Did Peter Piper pick a peck of pepper? Now, if Peter Piper picked, no. Statement of question. Question is separate. Picked a peck of pepper. Where is the peck of pepper? Did Peter Piper pick? So, did pick is equal to picked. Peter Piper picked a peck of pepper. Did Peter Piper pick a peck of pepper? If Peter Piper picked a peck of pepper, where is the peck of pepper? Did Peter Piper pick? ഇതിനൊരു ചെറിയ ചരിത്രമുണ്ട്. അതായത് ഒരു ദിവസം ഞങ്ങൾ സ്കൂളിലായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ സാറ് വന്നില്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറ് വന്നില്ല. അപ്പം അന്നത്തെ, അതായത് ഏത് വർഷം 1960 1960 കാര്യമാണ്. അന്നത്തെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ സാർ ക്ലാസ്സിൽ കയറി വന്ന് ഞങ്ങളെ അല്പം പഠിപ്പിച്ചു. അപ്പം അന്ന് അദ്ദേഹം ബോർഡിൽ എഴുതിയ 4 ലൈൻസാണ്. അതെന്ത് ഡീപ്പായിട്ട് എൻ്റെ മനസ്സിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നു. ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? ഡിഡ് എന്നാൽ പിന്നെ വെർബിൻ്റെ കൂടെ ED വരത്തില്ല. പാസ്റ്റ് ടെൻസിലെ കാര്യപ്പെടുന്നത്. ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ ED ചേർക്കാൻ പറ്റിയല്ല. ഇതുണ്ടോ ഇവിടെ ഡിഡ് പിക്ക്. അതേസമയം ഡിഡ് ഇല്ലാത്തപ്പോൾ പാസ്റ്റ് ടെൻസ് മാർക്കറുണ്ട്. പാസ്റ്റ് ടെൻസ് മാർക്കർ എടുത്ത് ഡൂവിൽ ചേർക്കുമ്പോഴാണ് ഡിഡ് ആകുന്നത്. അതുകൊണ്ട് പിന്നെ ഡിഡ് പിക്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന, ഓർമ്മിപ്പിക്കുന്ന ഒരു 4 ലൈൻസാണിത്. അന്ന് ഞങ്ങളുടെ സാറ് 1960 നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ബോർഡിൽ എഴുതിയിട്ട 4 ലൈൻസാണ്. അപ്പം ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ തെറ്റ് വരുത്തിയില്ല. കാരണം ഡിഡ് പിക്ക് എന്നാണ്, നോട്ട് ഡിഡ് പിക്ഡ്. എന്തുകൊണ്ട് പറ്റിയ? കാരണം ED എടുത്ത് ഡൂവിലൂടെ ചേർത്ത് ഈ ലൈൻസ് വളർത്താൻ മതി, മാറി മാറി വരുന്നതാണ്. പിക്ഡ്, പിക്ക്, പിക്ഡ്, പിക്ക്. എന്താണ് 1.5 ലൈൻസിൽ പിക്ക് വരുന്നത്? കാരണം അത് ഡിഡ് പിക്ക് എന്നാണ്. 4ാമത്തെ ലൈനും ഡിഡ് പിക്ക് ആണ്. 3ാമത്തെ ലൈൻ ഇഫ് പീറ്റർ പൈപ്പർ പിക്ക് ദ പെക്ക് ഓഫ് പെപ്പർ. Did Peter Piper pick? No. But 4ാമത്തെ ലൈൻ where is the peck of pepper did Peter Piper pick? ഓർത്തിരിക്കാനല്ലോ. അപ്പോൾ ഡിഡ് എന്നാൽ പിന്നെ പാസ്റ്റ് ഫോംസ് ഉപയോഗിക്കരുത്. മനസ്സിലാവുന്നത്? കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു. ടെൻസ് മാർക്കർ ഇങ്ങോട്ട് വരുന്നതാണ്. ഇനി യൂസസ് വെരി സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. Prior to speaking, കുറെ എക്സാമ്പിൾ ഞാൻ തന്നില്ലേ. ലാസ്റ്റ് വീക്ക് വി വെന്റ് ടു ദ ഹിമാലയാസ്. പ്രയർ ടു സ്പീക്കിംഗ്, അതാണ് അതിൻ്റെ വ്യത്യാസം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പ്രയർ മീൻസ് ബിഫോർ, അല്ലേ? മുമ്പ് എന്നതർത്ഥം. നമ്മൾ പറയുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം സിമ്പിൾ പാസ്റ്റിൽ എഴുതാൻ പറ്റും. സിമ്പിൾ പാസ്റ്റ് ഹാസ് നോ ആസ്പെക്ട്. അതുകൊണ്ടാണ് അതിനെ സിമ്പിൾ എന്ന് പറയുന്നത്. ആസ്പെക്ട് എന്ന് പറയാൻ ആക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, തുടരുന്നുണ്ടോ, അതോ ഇപ്പോൾ തീർന്നതാണോ, അതോ തുടർന്നിട്ട് തീർന്നതാണോ, ഇതെല്ലാമാണ് ആസ്പെക്ട്. അപ്പം അതിനാണ് നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് സിമ്പിൾ ടെൻസ് ആണ്. കാരണം there is no aspect. അതിന് ഒരു സ്റ്റേറ്റ്മെൻ്റേ ഉള്ളൂ. ദേവി presented 3 axes to the woodcutter. എന്താ തുടരുന്നുണ്ടോ, അതോ ഇപ്പോൾ തീർന്നോ, അതോ തുടർന്നിട്ട് തീർന്നോ, ഇതൊന്നും പറയുന്നില്ല. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദേവി
The river goddess gave 3 axes to the woodcutter. A story of true. And once upon a time, there lived a king. പണ്ടെങ്ങാൻ ജീവിച്ചു. ജീവിതം തുടർന്നെന്നോ ഇപ്പം തീർന്നെന്നോ ഒന്നും പറയുന്നില്ല. അതാണ് the major use of the past tense, simple past tense is for telling us things that happened before. Before we speak, നമ്മൾ ഇപ്പോൾ പറയുന്നതിന് മുമ്പ് എന്നൊക്കെയോ നടന്ന കാര്യം, പ്രത്യേകിച്ച് ഇന്നലെയാകാം, കഴിഞ്ഞ മണിക്കൂറിലാകാം, മിനിഞ്ഞാന്നാകാം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലാകാം, കഴിഞ്ഞ രാത്രിയിലാകാം, വർഷങ്ങൾക്ക് മുമ്പാകാം. അദ്ദേഹം പറയുന്നത് the river goddess gave 3 access to എന്നാ കൃത്യമായിട്ട് സമയമൊന്നും പറയുന്നില്ല. വൺസ് അപ്പോൺ എ ടൈം ഇത് ഹാപ്പൻ, അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് പറയണമെങ്കിൽ യെസ്റ്റർഡേ എന്ന് പറയും. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. ഹി ഹാസ് ഡൺ ഇറ്റ്. മറ്റേ പാസ്റ്റ് ടെൻസ് ഹി ഡിഡ് ഇറ്റ് എന്ന് പറയും. He has done it and he did it. That is the difference. He has done it. He did it. True. He has done it എന്ന് പറയുന്നത് done it just now. ഇപ്പോൾ അതേസമയം he did it എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നതിന് മുമ്പ്. അതാണ് ഈ പാസ്റ്റ് ടെൻസിന് പകരം പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. കാരണം പ്രസന്റ് പെർഫെക്റ്റ് മീൻസ് ജസ്റ്റ് നൗ, ആക്ഷൻ കംപ്ലീറ്റഡ് ജസ്റ്റ് നൗ. പാസ്റ്റ് ടെൻസ് മീൻസ് പറയുന്നതിന് മുമ്പ് എന്നുള്ള അർത്ഥമാണ്. പ്രയർ ടു സ്പീക്കിംഗ് ആൻഡ് ടൈമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റുവരുന്നത്. മനസ്സിലായോ? Then additional uses of the simple past. Additional uses of the simple past. നമുക്ക് അറിയാവുന്ന നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്കിലും റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഉപയോഗിക്കുന്നു. റിപ്പോർട്ടഡ് സ്പീച്ച് അഡീഷൻ. വൺ ഈസ് പ്രയർ ടു സ്പീക്കിംഗ്. അതാണ് മേജർ യൂസ്. പ്രയർ ടു സ്പീക്കിംഗ്, പറയുന്നതിന് മുമ്പ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് തീരുന്നു, ഇപ്പോൾ തീരുന്നു എന്നുള്ളതാണ്. ഐ ഹാവ് സീൻ, ഐ സോ, I have seen an angel. I saw an angel. പറയുന്നതിന് മുമ്പാണ്. അതാണ് വ്യത്യാസം. ഇനി രണ്ടാമത്തെ അഡീഷണൽ യൂസസ്. Additional uses. One is for reported speech. ഇത് നമ്മൾ കുറച്ചുകൂടെ റിപ്പോർട്ടഡ് സ്പീച്ച് കുറച്ചുകൂടെ കാര്യമായിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുക്കാം, ഒരു സെക്ഷനായിട്ട് എടുക്കാം. തൽക്കാലം ഇതിനെപ്പറ്റി പറഞ്ഞേ ഉള്ളൂ. അലക്സ് സോമൻ, ഓക്കെ, സോമൻ സെഡ് ഐ ആം എ സ്റ്റുഡൻറ്. ഇതൊക്കെ ഇതിൻ്റെ പാസ്റ്റാണ്. സോമൻ സെഡ് ദാറ്റ് ഐ വാസ് a student. That's all. അല്ലെങ്കിൽ വേറെ സോമൻ said I like books. Direct speech. Someone said that he liked. He was. Someone said that he was. Yes, he was a student. Someone said that he liked books. But he വേണം. ഫസ്റ്റ് പേഴ്സൺ ഒക്കെ തേർഡ് പേഴ്സൺ ആവുന്നൊക്കെ ഉണ്ട്. അത് അത്രയും ഡീറ്റെയിലായിട്ട് പോകണ്ട. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് സ്പീച്ച് അതാണ് ഒരു യൂസ്. പാസ്റ്റ് ടെൻസിന്റെ സിമ്പിൾ പാസ്റ്റിന്റെ ഒരു യൂസ് ആണ് യൂസിങ് സിമ്പിൾ പാസ്റ്റ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് ക്ലിയർ? ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക്
I സോമനും ഐയും കൂടെ കൂടുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്ന പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ, Sheila said, I love flowers. And Sheila said that she loved flowers. She loved indirect speech അല്ലെങ്കിൽ reported speech. ഇനി വേറൊരു അഡീഷണൽ യൂസ് ഉണ്ട്, അതാണ് അൺറിയൽ കണ്ടീഷൻസ്. നമുക്ക് കൂടുതൽ അതേപ്പറ്റി പിന്നെ പഠിക്കാം. സെക്കൻഡ്, അൺറിയൽ കണ്ടീഷൻസ്. For example, if I sang, you would run away. No. Past tense of sing is sang. If I sang, ഞാൻ പാട്ട് പാടിയിരുന്നെങ്കിൽ നിങ്ങൾ ഓടിപ്പോയേനെ. കണ്ടീഷണൽ പാസ്റ്റ് എന്ന് പറയും. ആ കണ്ടീഷണൽ പാസ്റ്റ് സെൻറ്റൻസിനകത്ത് ഫസ്റ്റ് പാർട്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതും കുറച്ച് കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം, അതുപോലെ തൽക്കാലത്തേന് ഓർത്തിരിക്കുക. ആൻഡ് തേർഡ് ഈസ് വെരി ഓഫൺ ദാറ്റ് വി യൂസ് for politeness, more politeness. I want to speak to you. I want, that is politeness. I want to speak to you. ഇങ്ങനെ പറയുന്നതിന് പകരം ഇത് അത്ര പൊളൈറ്റ് അല്ല. ഇപ്പോൾ ഒരു പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ കുറച്ചുകൂടി പൊളൈറ്റ് ആണെന്നാണ് ഇംഗ്ലീഷുകാരുടെ ഒരു വിശ്വാസം. തന്നെ ശരിയാണ്. നമ്മൾക്ക് മലയാളം നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയല്ലേ, എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണമായിരുന്നു, ഇങ്ങനെയല്ലേ പറയുന്നത്. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നതും എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറയുന്നതായിട്ട് വ്യത്യാസമില്ലേ. അതുപോലെ തന്നെ I want to speak to you, instead of that more polite, I wanted to speak to you. ഇങ്ങനെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കുറച്ചുകൂടെ പൊളൈറ്റാണ്. ഐ വാണ്ടഡ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഭാഷയിലും അങ്ങനെയാണ്. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. ആയിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസാണ്. കുറച്ചുകൂടെ ഒരു പൊളൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻസ് ഓൾസോ. ക്വസ്റ്റ്യൻ എന്ന് പറയാം, ഡു യു വാണ്ട് ടു സീ മീ? ഡു യു വാണ്ട് ടു see me? ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻസ് ഓൾസോ. ഡു യു വാണ്ട് ടു സീ മീ? അതിന് പകരം കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ഡിഡ് യു വാണ്ട് ടു സീ മീ? ഇതിന് പകരം ഡിഡ് യു വാണ്ട് ടു സീ മീ? ഉദാഹരണത്തിന് എന്നെ സാറിന് കാണണമായിരുന്നു. മറ്റേത് എന്നെ സാറിന് കാണണം, എന്നെ സാറിന് കാണണോ, ഇതാണ്. മറ്റേ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ എന്നെ സാറിന് കാണണമായിരുന്നു. ഡിഡ് യു വാണ്ട് ടു സീ മീ? ഡു യു വാണ്ട് ടു സീ മീ പകരം ഡിഡ് യു വാണ്ട് ടു സീ മീ? അത് to be more polite, instead of present tense you can use past tense. ഇതൊക്കെ additional uses of past tense. Major use എന്ന് പറഞ്ഞാൽ to express actions happen prior to speaking. നമ്മൾ പറയുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. The tense is simple because there is no aspect. ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഭാവമില്ലാത്ത ടെൻസാണ്. ഒരു ഭാവമില്ല, അതായത് തുടരുന്നുണ്ടോ, ഇപ്പോൾ തീർന്നതാണോ, തുടർന്നേച്ച് തീർന്നതാണോ, ഇങ്ങനെയൊന്നും പറയുന്നില്ല. അതിനാണ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ASPECT ഞാൻ പറയാൻ നിങ്ങൾ പറയുന്നത് ആസ്പെക്ട്. നമ്പർ ഒന്നും മാറ്റിയേക്കാം, 21. ആസ്പെക്ട് അതാണ്. അപ്പം ഭാവമില്ലാത്ത ടെൻസ് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. അതുകൊണ്ടാണ് സിമ്പിൾ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ആഭരണങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. ഈ
രണ്ട് സിമ്പിൾ ട്രാൻസ്ഫോംസും വൺ വേർഡ് ട്രാൻസ്ഫോംസും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വേർഡ്. അതുകൊണ്ട് അതിൻ്റെ എന്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിലും, ട്രാൻസ്ഫോർമേഷൻ എന്ത് മാറ്റങ്ങൾ നടത്തണമെങ്കിലും, ട്രാൻസ്ഫോം ചെയ്യുന്നത് മാറ്റുക. നമുക്ക് ഡു ഇൻസേർട്ട് ചെയ്യണം. ഡു ഇൻസേർട്ട് ചെയ്തേ പറ്റുമോ, അല്ലാതെ പറ്റത്തില്ല. നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. ഐ എയ്റ്റ് നോട്ട് എന്ന് പറയാൻ പറ്റും. ഐ സോ നോട്ട് എന്ന് പറയാൻ പറ്റില്ല. ഐ ഡിഡ് നോട്ട് സീ എന്ന് പറയും. മനസ്സിലായോ? അപ്പം നെഗറ്റീവ് എന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, യെസ് ഓർ നോ ക്വസ്റ്റൻ ഒരു ട്രാൻസ്ഫോർമേഷൻ, WH ക്വസ്റ്റൻ വേറൊരു ട്രാൻസ്ഫോർമേഷൻ, പാസീവ് വേറൊരു ട്രാൻസ്ഫോർമേഷൻ. അത് പിന്നീട് നമുക്ക് എടുക്കാം, വേറെ ഒരു സെക്ഷനായിട്ട് എടുക്കാം. ക്ലിയർ? അപ്പം രണ്ട് വൺ വേർഡ് ടെൻസസ് ഉണ്ട്, അല്ലെ രണ്ട് ബാച്ചിലർ ടെൻസസ് ഉണ്ട്. നമുക്ക് പറയാം രണ്ട് ഒറ്റയന്മാർ. ഇവർക്ക് ഭാവമേ ഇല്ല, അതുകൊണ്ട് ഇവർ സിമ്പിളാണ്. ഇതിൻ്റെ ഈ ടെൻസ് ഫോംസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഡൂവിൻ്റെ സഹായം വേണം. ഡു ഇൻസേർട്ട് ചെയ്യണം. ഇപ്പം തേർഡ് പേഴ്സൺ സിംഗുലർ ഡു ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടെൻസ് മാർക്ക് എസ് ഡൂവിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഡസ് ആവും. മറ്റേ ഡു അതങ്ങനെ തന്നെ നിൽക്കുന്നു. അതുപോലെ പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ഫോം ആണെങ്കിൽ ED എടുത്ത് ഡൂവിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഡിഡ് ആവും, പിന്നെ അവിടെ ED ഇല്ല. ഈ പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിനും സംഭവിക്കാവുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയതിന് ശേഷം വീണ്ടും ആ ടെൻസ് മാർക്കർ കൂട്ടി പറയുക. ഹി ഡസ് ഗോസ് എന്ന് പറയുക, ഹി ഡസ് കംസ് എന്ന് പറയുക, ഹി ഡിഡ് വെൻഡ് എന്ന് പറയുക. അതൊക്കെ തെറ്റ്. ഹി ഡിഡ് എയ്റ്റ് എന്ന് പറയുക, തെറ്റ്. കാരണം ഈ ഡു ഡിഡ് ആയതിൻ്റെ കാരണം ആ ടെൻസ് മാർക്ക് എടുത്തിപ്പോൾ ചേർക്കത്താണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ shall I wind up? Bye. More you can get from here. Detailed study with exercise, plenty of exercises. Yes or no question, WH question, negative, then examples. You have got plenty of them. So if you have time, please go through these English grammar school, English grammar tutorials. Tutorials are the പേഴ്സണലായിട്ട് തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അതിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, ബൈ.